യെസ്, അന്നത്തെ കോടതി വിധിയുടെ കോപ്പി ഫയൽ ചെയ്തിട്ടുണ്ട്. ജോലി തരാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ഒരു സ്ത്രീ ആ കുട്ടിയെ ഹോട്ടൽ മുറിയിൽ കൊണ്ട് ഇരുത്തിയതാണ്. അപ്പൊ ശരിക്കും അവള് നിരപരാധിയാണല്ലേ? അതെ, ചതിക്കാനുള്ള പരിപാടിയായിരുന്നു. പക്ഷേ എസ്കേപ്ഡ്. കോടതിക്ക് അത് ബോധ്യമായതുകൊണ്ടാണ് ആ കുട്ടിയെ വെറുതെ വിട്ടത്. ഇനിയും പഠിപ്പിക്കാം. പഠിച്ച് പഠിച്ച് നാളെ കലക്ടറായിട്ട് ഇവള് നമ്മളെ പോറ്റുമെന്നായിരുന്നല്ലോ വിചാരം. ഉള്ളതല്ലേ അവക്ക് വേണ്ടി ചെലവാക്കി. ഒടുവ് സമ്പാദിച്ചു തന്നതോ ചീത്തപ്പേരും. നീ കുറച്ച് സ്വയം തരണുണ്ടോ? എനിക്ക് കുറച്ച് തണ്ണുണ്ട് മനുഷ്യ. വേറൊരു പെൺകുട്ടി ഇവിടെ വളർന്നു വരുന്നുണ്ടല്ലോ. നാളെ അതിന്റെ ഗതി എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അമ്മേ, ഇനി ആ വിളി എനിക്ക് കേൾക്കണ്ടടി. ഞാൻ ഒരു കുറ്റം ചെയ്തിട്ടല്ല അമ്മ എന്നെ ഇങ്ങനെ ശപിക്കുന്നത്. ഇനിയും ഞങ്ങൾ ഉപദ്രവിക്കാൻ നിനക്ക് എവിടെയെങ്കിലും പോയി തൊലഞ്ഞൂടെ? അമ്മേ, എന്റെ പോയിട്ട് എന്താ? എല്ലാരും എന്നോട് പൊറുക്കണം. ഈ കുട്ടിയെ ഞാൻ തെറ്റിദ്ധരിച്ചു പോയതാ. ഓഹോ, ഇത് പറയാനാണോ ഇത്രയും ബുദ്ധിമുട്ടി ഇവിടം വരെ വന്നത്? നാട്ടുകാരെ മുന്നിൽ വെച്ച് വായി തോന്നിയതെല്ലാം വിളിച്ചു പറഞ്ഞിട്ട് ഒരു പെണ്ണിന്റെ ജീവിതം തുലച്ചിട്ട് തെറ്റിദ്ധരിച്ചതാത്രേ. ദ്രോഹി. എടോ, എല്ലാ വീട്ടിലും കയറി ചെന്ന് താൻ പറയോ ഇവൾ നിരപരാധിയാണെന്ന്? നീ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുവോ? ഒരിക്കൽ ചീത്തയായ പേരെ പിന്നെ ഒരിക്കലും നന്നാക്കിയെടുക്കാൻ പറ്റില്ല. പ്രതിവിധികളുണ്ടല്ലോ. എന്ത് പ്രതിവിധി? കല്യാണം ഞാൻ നടത്തും, ചെലവുകളും ഞാൻ വഹിക്കും. ബുദ്ധിമുട്ടണമെന്നില്ല. വല്ലവന്റെ തലയിൽ കെട്ടിവെക്കുകയാണെന്നല്ലാതെ ഞാൻ അറിഞ്ഞിരുന്നില്ല. ആരാടി തല കെട്ടിവെച്ചത്? ആരാണെന്ന് തർക്കുത്തരം പറഞ്ഞാലുണ്ടല്ലോ അടിച്ച് പുറത്താക്കാൻ ഞാൻ. ഇനിയും നിങ്ങൾ ആ കുട്ടിയെ ദ്രോഹിക്കരുത്. ദ്രോഹിച്ചാൽ ഇയാൾ എന്തോ ചെയ്യും? തെറ്റെന്റേതാണ്. ചെയ്യാത്ത തെറ്റിന് ആ കുട്ടിയെ ശിക്ഷിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്നാ താൻ കൊണ്ടുപോയി രക്ഷിക്കണോ? രക്ഷിക്കും. എനിക്കുണ്ട് വീടും കുടുംബമൊക്കെ. ഇനി ഒരാളെ കൂടെ സംരക്ഷിക്കാനുള്ള ചുറ്റുപാടും ഉണ്ട്. പേടിപ്പിക്കാൻ നോക്കരുത് കേട്ടോ. കുട്ടി വിഷമിക്കണ്ട, എല്ലാം നമുക്ക് ശരിയാക്കാം. മനസാക്ഷിയില്ലാത്ത ആളുകൾ. രമേശൻ നായരോ ആ കുട്ടിയെ പറഞ്ഞു വിട്ടു കേട്ടോ? അറിഞ്ഞു. അത് എനിക്കൊരു അബദ്ധം പറ്റിയതാ ടീച്ചറെ. ആ കുട്ടി നമ്മൾ വിചാരിക്കുന്ന പോലെ ചീത്തയല്ല. വളരെ വളരെ നല്ല കുട്ടിയാ. പോലീസ് അവളെ തെറ്റിദ്ധരിച്ചു പോയതാ. ഞാൻ എല്ലാം അന്വേഷിച്ചറിഞ്ഞു. അതുകൊണ്ട് ഇനി അവളെ അപ്പോയിന്റ് ചെയ്യാം. അയ്യോ, മാനേജർ വേറെ ആളെ എടുത്തു പോയല്ലോ. അത് മാനേജരോട് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും. ഇനിയൊരു നിവൃത്തിയില്ല. രമേശൻ നായരെ, ശരിക്കുള്ള സത്യം അറിയുന്നതിന് മുമ്പ് നമ്മൾ ആരെ പറ്റിയും ഒരഭിപ്രായം പറയാൻ പാടില്ല. ശരിയാണ്, ശരിയാണ്. അമ്മേ, അമ്മേ. മോൾ എവിടെ ചേച്ചി? ഉറങ്ങി. ഇത്ര നേരത്തെയോ? എത്രയും നേരത്തെ ഉറക്കുന്നതാ നല്ലതെന്ന് തോന്നി. അവൾക്ക് കൊടുത്തേക്ക്. 5 സ്റ്റാറാ. അവിടെ എങ്ങാനും വെച്ചേക്ക്. എന്താ അമ്മേ? എല്ലാവർക്കും എന്ത് പറ്റി? ഇവിടെ വാടാ. ഇവിടെ ഈ കുട്ടി അറിയോ നീ? എങ്ങനെ ഇവിടെ എത്തി? ഈശ്വര, അപ്പൊ എല്ലാം നേരെ തന്നെ. പറ, ഇവിടെ എങ്ങനെ എത്തിയെന്ന്? എന്നെ സംരക്ഷിച്ചോളാമെന്ന് പറഞ്ഞില്ലേ? അയ്യോ, ഞാൻ അങ്ങനെ ഒരു അർത്ഥത്തിൽ പറഞ്ഞതല്ല. എങ്ങനെയുള്ള അർത്ഥത്തിലായാൽ നീ പറഞ്ഞോ? പറഞ്ഞു എന്ന് വെച്ചാല്. നീ വന്നേ. അല്ലമ്മ, ഞാനും ചോദിക്കട്ടെ? ഒന്നും ചോദിക്കണ്ട, നീ വന്നേ. നീയും ആ പെണ്ണുമായിട്ട് എന്താ ബന്ധം? അമ്മക്ക് ഇനി അത് മനസ്സിലായില്ലേ? നിന്നെ ഇവിടെ ആരും വിളിച്ചില്ല. അമ്മ വിളിച്ചിട്ടാണോ ആ പെണ്ണിങ്ങോട്ട് കയറി വന്നത്? നിന്നോട് അപ്പുറത്തേക്ക് പോവാനാ പറഞ്ഞത്. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? കാരക്കൂട്ടിൽ ദാസിന് പെണ്ണ് കാണാൻ. എനിക്കതൊന്നും കേക്കണ്ട. ആ കുട്ടിയെ സംരക്ഷിച്ചോളാന്ന് നീ വാക്ക് കൊടുത്തോ ഇല്ലയോ? അമ്മ ഉദ്ദേശിക്കുന്ന ഒരർത്ഥവും അതിനില്ല. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരാളാണോ അമ്മേ? ഇതുവരെ ആയിരുന്നില്ല, ഇനിയും ആവില്ലമ്മേ. ഇത് മുരിങ്ങച്ചോട്ടിൽ അച്ഛനായ മോൻ രമേശനാ. ആ രമേശൻ ഭാര്യയില്ലാത്ത നേരം നോക്കി ഏതോ ഒരു പെണ്ണിനോട് വീട്ടിൽ കയറി വരാൻ പറഞ്ഞത് എന്തിനാ? എടാ, നിന്റെ ചേട്ടത്തി എന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കിയെന്ന് അറിയാമോ? ആ സ്ത്രീക്ക് വട്ടാണ്. വട്ടില്ലാത്ത നിന്റെ ഭാര്യയെ വിശ്വസിക്കോടാ. രമേശ, പെണ്ണിന്റെ മനസ്സ് നിനക്ക് അറിഞ്ഞൂടാ. ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്ന് പറ. നാളെ നേരം വെളുക്കുമ്പം അവളെ വീട്ടിൽ കൊണ്ടുവിടണം. അത്രയല്ലേ ഉള്ളൂ? ശരി, ഞാൻ കൊണ്ടുവിട്ടേക്കാം. പക്ഷെ അതിനു മുമ്പ് എനിക്ക് അവളോട് 2 വാക്ക് സംസാരിക്കണം. അനങ്ങിപ്പോരുത്. ആ മുറിയുടെ ഭാഗത്തേക്ക് വന്നേക്കരുത്, പറഞ്ഞേക്കാം. എങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത്? കൊണ്ടുപോകുന്നില്ല, പോകുന്നേ ഉള്ളൂ. ബസ് വരും,
ഇവിടെ നിൽക്കും, കുട്ടി അതിൽ കയറും, പോവും. ഇത് ബസ് സ്റ്റോപ്പാണ്, കൂടുതൽ സംസാരിക്കണ്ട. പിന്നെ എവിടുന്ന് സംസാരിക്കും? എവിടെന്ന് സംസാരിക്കണ്ട. അമ്മ പറഞ്ഞതുപോലെ ആളുകൾക്ക് തെറ്റിദ്ധരിക്കാൻ നമ്മളായിട്ട് ഇടം കൊടുക്കരുത്. ഒരു സൽപ്പേരുണ്ടാക്കിയെടുക്കാൻ വർഷങ്ങളെടുക്കും. ചീത്തപ്പേരുണ്ടാക്കാൻ ഒരു നിമിഷം മതി കുട്ടി. മുരിങ്ങച്ചോട്ടിൽ രമേശൻ നായരെന്ന് പറഞ്ഞാൽ നാട്ടുകാർക്കുള്ള മതിപ്പ് അന്വേഷിച്ചാൽ അറിയാം. ആള് വരുന്നു, സംസാരം വേണ്ട, പരിചയവും ഭാവിക്കണ്ട. എന്തായാലും സംഭവം ശരി തന്നെയാ. ആ എവിടേക്കാ രമേശേട്ടാ? ഞാനൊന്ന് തനിച്ച് ടൗൺ വരെ പോവാ. അതെന്താ തനിച്ചിട്ട് അവിടെ ഇപ്പൊ പേടിയാണോ? അല്ല, പറഞ്ഞേ ഉള്ളൂ. ഞങ്ങൾ വരട്ടെ. ഓ, എല്ലാ പ്രതീക്ഷയും നശിച്ചപ്പോ ഒരു പുൽത്തുരുമ്പ് കിട്ടിയെന്ന് വിചാരിച്ചു. എന്നിങ്ങനെ ബസ് കയറ്റി വിടാനായിരുന്നെങ്കിൽ വീട്ടിൽ വെച്ച് എന്തിനാ പറഞ്ഞത് സംരക്ഷിച്ചോളാമെന്ന്? അങ്ങനെ പറഞ്ഞു വെച്ച് നേരെ വീട്ടിൽ കയറി വരിക വേണ്ടത്. എന്റെ മുമ്പിൽ മറ്റൊരു വഴിയില്ലായിരുന്നു. ഏതായാലും ഇതൊരു ശരിയായ വഴിയായില്ല. കുട്ടി വീട്ടിൽ ചെന്ന് പേപ്പർ പരസ്യം നോക്കി എല്ലാ സ്ഥലത്തേക്കും അപേക്ഷയായി. എന്തെങ്കിലും ഒരു ജോലി കിട്ടാതിരിക്കില്ല. ഞാനും ശ്രമിക്കാം. വേണ്ട, ഇത്രയൊക്കെ ചെയ്തു തന്നല്ലോ, അത് തന്നെ ധാരാളം. പിന്നെ വീട്. ഇനി എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു വീടില്ല. എന്നേക്കുമായാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അതെന്താ അങ്ങനെ? ഒന്നാമത് ആ വീടുമായി എനിക്കൊരു ബന്ധമില്ല. അതെന്റെ വീടല്ല. എന്നുവെച്ചാ? ആ വീട്ടിലുള്ളവരും എന്റെ ആരുമല്ല. ആകെ ഉണ്ടായിരുന്ന മുത്തശ്ശി മരിച്ചപ്പോ കുഞ്ഞായിരുന്ന എന്നെ ഏറ്റെടുക്കാൻ ആളില്ലാതായി. അങ്ങനെ അവരെനിക്ക് അഭയം തന്നു. ബന്ധത്തിന്റെ പേരിലല്ല, മനുഷ്യത്വത്തിന്റെ പേരിൽ. മകളെപ്പോലെ എന്നെ വളർത്തി. പക്ഷെ ഞാൻ കാരണം അവരുടെ അഭിമാനത്തിന് ക്ഷതമേറ്റു. ഇനി അവിടേക്ക് കയറി ചെല്ലാൻ എനിക്കാവില്ല. നിങ്ങൾ വിഷമിക്കണ്ട. ഈ ലോകത്തുള്ള ആർക്കും ഇനി ഞാനൊരു ബാധ്യതയാവില്ല. തീരുമാനിച്ചു. എന്റെ വഴി എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. എന്റെ നാശത്തിന് നിങ്ങളാണ് കാരണക്കാരനെന്ന് ഞാൻ ആരോടും പറയില്ല. കത്തും എഴുതി വെക്കില്ല. പക്ഷേ ഏതെങ്കിലും ഒരു റെയിൽവേ ട്രാക്കിൽ അജ്ഞാതയായ ഒരു പെൺകുട്ടി മരിച്ചു കിടക്കുന്നു എന്നറിഞ്ഞാ അത് ഞാനായിരിക്കുമെന്ന് കരുതിയാ മതി. അതൊരു ജീവിക്കാനൊരു വഴിയാണ്ടേ. ഈ കലാരംഗത്ത് തന്നെ നല്ലൊരു ഭാവി ഉണ്ടാവുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസം ഉണ്ട് ചേട്ടാ. എന്തോ എന്റെ ഈ മുഖം കണ്ടിട്ട് എനിക്ക് അത്ര വിശ്വാസം തോന്നുന്നില്ല. ഇയാളെന്താ കോടിമ തൂങ്ങിപ്പോണ? രമേശ് ചേട്ടാ എങ്ങോട്ടാ? അത്യാവശ്യമായിട്ട് സ്ഥലം വരെ പോവാ, തിരിച്ചു വന്നിട്ട് കാണാം. ആ കുട്ടി ആത്മഹത്യ ചെയ്യല്ല വേണ്ടത്, തന്നെ തട്ടിക്കളയണം. എന്നിട്ട് അന്തസ്സായിട്ട് ജയിലിൽ പോണം. അസനിക്ക, അത്ര വലിയ ദ്രോഹമല്ലേ താൻ ആ കുട്ടിയോട് കാണിച്ചത്? അറിഞ്ഞുകൊണ്ടല്ലോ അസനിക്ക. മാത്രമല്ല, ഞാൻ അതിന് പ്രായശ്ചിത്തം ചെയ്യാൻ തയ്യാറുമാണ്. എന്ത് പ്രായച്ചിത്തം? എന്തും. എങ്കിൽ താനവളെയും കെട്ടിക്കോ. അസനിക്ക, തമാശ പറയാൻ ചില നേരവും കാലമൊക്കെ ഉണ്ട് കേട്ടോ. ജോലിയും കളഞ്ഞ് കല്യാണം മുടക്കി ചീത്തപ്പേരും കപ്പിച്ചിട്ട് പിന്നെ ആ കുട്ടി എന്ത് ചെയ്യും? ഒരു ജോലി ശരിയാവുന്നവരെ അവളെ എവിടെയെങ്കിലും താമസിപ്പിക്കാൻ പറ്റുമെന്ന് ചോദിക്കാനാണ് ഞാൻ വന്നത്. അസനിക്കയുടെ വീട്ടിലാവുമ്പോ. അതെന്താ തന്റെ വീട്ടിൽ താമസിപ്പിച്ചാൽ? എന്റെ വീട്ടിലാവുമ്പോ അമ്മ, ചേട്ടത്തി, പിന്നെ എന്റെ ഭാര്യ അവർക്ക് തെറ്റിദ്ധരിക്കും. എനിക്കും ഉണ്ട് ഭാര്യ, ഉമ്മയും ചേട്ടത്തിയും ഒക്കെ. അവർക്കും അറിയാൻ തെറ്റിദ്ധരിക്കാൻ. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? 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 എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അസനിക്ക അല്ലാതെ ആരുമില്ല എന്നെ ഈ ദുർഘടത്തിൽ നിന്ന് രക്ഷിക്കാൻ. അങ്ങനെയാണെങ്കിൽ ഒരു വഴിയുണ്ട്. എന്ത് വഴി? ആ വഴി ശരിയാവത്തില്ല. ഏത് വഴിയായിരുന്നു? ആ വഴി ശരിയാവത്തില്ലെന്നേ. ആ വഴിയൊന്ന് പറ. ശരിയാവാത്ത വഴി തന്നോട് പറയുന്നേ. ഒരു ജോലി കിട്ടുന്നത് വരെ ആ കുട്ടി എവിടെങ്കിലും ഒന്ന് താമസിപ്പിക്കണം. അത്രല്ലേ ഉള്ളൂ? അതെ, അത്രേ ഉള്ളൂ. അതത്ര എളുപ്പമല്ല. ഒന്നാമത് ഇതൊരാൺകുട്ടിയല്ല. അതാണല്ലോ പ്രശ്നം. ആ, രണ്ടാമത് ആ കുട്ടിക്ക് തൊട്ടാ പൊട്ടുന്ന പ്രായമാണ്. അതിന് തൊടുന്നത് എന്തിനാ? ആരാടോ തൊടുന്നത്? എന്നാലും ഒരു പ്രശ്നത്തിന്റെ എല്ലാ വശങ്ങളും നമ്മൾ ആലോചിക്കണം. തന്നെ പോലെ എടുത്തിയാറുന്ന സ്വഭാവക്കാരനല്ല ഞാൻ. തന്നെ എനിക്ക് അങ്ങനെ കൈയൊഴിയാനും വയ്യ. പിന്നെ അല്പം കുഴഞ്ഞു മറിഞ്ഞ ഒരു വഴിയുണ്ട്. അത് സാരമില്ല. തനിക്ക് സാരമില്ല, പക്ഷെ എനിക്ക് സാരമുണ്ട്. എന്നാലും ആ വഴിക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഏതോനെ ഈ പണിത്തിരക്കിന്റെ ഇടയിൽ ഞമ്മളെ കാണാൻ ഒന്ന് വെക്ക നടക്കണ്ട കല്യാണിയേ. ആ നിക്ക് 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 നിക്ക്. സിമന്റ് നിറച്ചെടുത്താ എന്റെ കൗത്തുള്ളിക്ക് പോവാ. കൂലിക്ക് കണക്ക് പറഞ്ഞാൽ മാത്രം പോരെ മോളെ. എന്റെ പെരയിലേ പണം കായ്ക്കണ മരമൊന്നുമില്ല.
ഒരെണ്ണത്തിന് പണിയെടുക്കണമെന്നില്ല. കൂലി കൂലി കൂലി. തെക്കൻ ചെല്ല്. എടാ ചാത്തു, ആ പുതുതായിട്ട് വന്ന ചെക്കനുണ്ടല്ലോ, ഓന് പെണ്ണുങ്ങളോട് ചൊല്ലാനേ നേരമുള്ളൂ. നാളെ ഓന്റെ പൊടി ഇവിടെ കാണാൻ പാടില്ല. സുൽത്താനായിരുന്നാ ജു മയ്യത്തായി എന്നാണല്ലോ ഞമ്മള് കരുതിയത്. ജിളിക്കണ്ടാസാ. നിലമ്പൂരിന്ന് മരം ലേലം വിളിച്ചെടുക്കാന്ന് പറഞ്ഞു, പറ്റിച്ച്. കൊണ്ടോട്ടിന്ന് നല്ല ആശാരിമാരെ കൊണ്ട് തരാന്ന് പറഞ്ഞു, അതും പറ്റിച്ച്. ഇപ്പൊ എന്തിനാ ജി വന്നത്? അതെ സഫിയത്ത, എനിക്ക് പെട്ടെന്ന് മംഗലാപുരം വരെ ഈ നോണ എന്റെ കെട്ടിയോളോട് പറഞ്ഞു, ഓള് വിശ്വസിക്കും. അല്ല വേണ്ട വേണ്ട വേണ്ട, അന്റെ ഒരു സഹായം ഇനി ഞമ്മക്ക് വേണ്ട. മരവും കിട്ടി, ആശാരിമാരെ ഏർപ്പാടാക്കി. അയ്യോ, ഞാൻ എല്ലാം പറഞ്ഞു ഉറപ്പിച്ചിരുന്നതാണല്ലോ. അസോജ്യന്റെ കയ്യിൽ